കേസിൽ റിപ്പോർട്ട് തേടി ഗവർണർ. ദൗർഭാഗ്യകരമായ സംഭവം സമൂഹത്തിന് നാണക്കേടുണ്ടാക്കിയെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെ കാണാൻ പോകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും ഗവർണർ അറിയിച്ചു. I have already given instructions to the Raj Bhavan to seek a report from the police headquarters about this. I would like to visit the family as soon as possible, but before that, I want to know what action has been taken, and therefore I have sought the report. Only after that I would like to visit. അതേസമയം ഭർത്തൃവീട്ടുകാർക്കെതിരെ പെൺകുട്ടി നൽകിയ മൊഴിയിലുള്ളത് ഗുരുതര ആരോപണങ്ങളാണ്. പ്രതി രാഹുൽ പി ഗോപാൽ കൂടുതൽ സ്ത്രീധനം ചോദിച്ചെന്നും നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്നും മൊഴിയിലുണ്ട്. രാഹുലിനായി വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് പോലീസ്. മാപ്പല്ല, നീതിയാണ് വേണ്ടതെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. അതിലിപ്പോ മാപ്പ് ചോദിച്ചതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമല്ലേ. കേവലം ഒരു അടിയോ അല്ലെങ്കിൽ ഒരു പിച്ചോ അല്ലല്ലോ. ഇത് വധിക്കാൻ വേണ്ടി ആണല്ലോ ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം ചെയ്തത്. അതിൽ മാപ്പ് ചോദിച്ചതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. ഏതായാലും അവർ കുറ്റം സമ്മതിക്കുന്നതായിട്ടാണല്ലോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ആ കുറ്റം ചെയ്തതിന് അവൻ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. അതേസമയം പോലീസിന് വീഴ്ച പറ്റിയെന്ന് ആരോപിച്ച് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇപ്പോൾ ഇതാ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം ഗവർണറുടെ ഭാഗത്തുനിന്ന് തുടർ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം തന്നെ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ ഭർത്തൃവീട്ടുകാരിൽ അവരാകെ പ്രതിക്കൂട്ടിലാണല്ലോ ഇപ്പോൾ. അവരെ കൂടി കേസിൽ പ്രതി ചേർക്കുന്നതിന്റെ സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും വിജയകുമാർ, നിലവിൽ ഫറൂഖ് CP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കം കൂടി ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായ രീതിയിൽ രാഹുലിനൊപ്പം ഈ കുടുംബവും തങ്ങളെ ആ രീതിയിലുള്ള ഒരു ആക്രമണം തങ്ങളുടെ മകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു മൊഴി ഈ പെൺകുട്ടിയുടെ കുടുംബം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടിയും ഇക്കാര്യത്തിൽ ചില വെളിപ്പെടുത്തലുകൾ, ചില സംഭവങ്ങൾ പോലീസിനോട് മൊഴിയായി നൽകി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരെ ഈ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ളതായിരിക്കും, അത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും പോലീസ് ഏതായാലും നടത്തുക. ഒപ്പം തന്നെ ഈ പ്രതി രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി രാവിലെ പോലീസ് ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ഈ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഈ CCTV ദൃശ്യങ്ങൾക്ക് ഈ കേസിൽ നിർണായകമായ റോളുണ്ട്. കാരണം ഈ രാഹുൽ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത്, രാഹുൽ വീട്ടിൽ അകത്തുണ്ടായിരുന്ന സമയം തുടങ്ങി പല സംശയങ്ങൾക്ക്, പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ CCTV ദൃശ്യങ്ങൾ നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനാൽ തന്നെ ഈ CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ നിലവിൽ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള നീക്കം കൂടി പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ പ്രതി വിദേശത്തേക്ക് കടന്ന സാഹചര്യത്തിൽ ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോപണം പോലീസിനു നേരെയും ഉയർന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പോലീസ് പന്തീരങ്കാവ് CIയെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലീസിനെതിരെ വിമർശനം രൂക്ഷമാവുകയാണ്. അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനം എല്ലാ കോണുകളിൽ നിന്നും പോലീസിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വകുപ്പ് ചേർക്കുന്നതിലടക്കം, പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാൻ സഹായം ചെയ്യുന്നതിലടക്കം ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ആരോപണം. ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ച് പന്തീരങ്കാവ് സ്റ്റേഷനിലേക്ക് നടന്നത്. യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പെൺകുട്ടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി തന്റെ പരാതി അറിയിച്ചപ്പോൾ അത് വേണ്ട രീതിയിൽ പോലീസ് പരിഗണിച്ചില്ല. കൂടാതെ നിലവിൽ പ്രതി വിദേശത്തെത്തിയെന്നറിയുന്നു. അങ്ങനെയെങ്കിൽ പ്രതി എങ്ങനെയാണ് ഇത്ര എളുപ്പം വിദേശത്തേക്ക് എത്തിയത്? അതിനും പോലീസിന്റെ ഭാഗത്തുനിന്ന് സഹായമുണ്ടായി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം നിലവിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു തലത്തിൽ ഇപ്പോൾ ഈ പോലീസിനെതിരെയുള്ള വിമർശനവും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. അഭിജിത്ത്, ഇതിലെ പ്രധാനപ്പെട്ട പ്രതി വിദേശത്തേക്ക് കടന്നു, അതിന് പോലീസിന്റെ സഹായം കിട്ടി എന്ന ആരോപണം ശക്തമാണ്. അയാൾക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി പോലീസ് അന്വേഷണം വൈകിപ്പിച്ചു എന്ന് വരെ വിമർശനം ഉയരുന്നുണ്ട്.
അപ്പോൾ അയാളെ കിട്ടാതെ ഈ കേസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് പോലീസ് പറയുന്നത്. അതിനെന്തെങ്കിലും ഒരു തൃപ്തികരമായ മറുപടി നൽകാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ടോ, അനൗദ്യോഗികമായിട്ടെങ്കിലും? വിജയകുമാർ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ ചോദിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ പ്രതിക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്തിരുന്നില്ല. അതായത് ഈ നിലവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ CIയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് അറസ്റ്റ് എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ നിലവിൽ കടന്നിട്ടില്ല, അത് കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് തങ്ങളുടെ തീരുമാനം. അതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലുള്ള മറുപടി. ഏതായാലും അത്തരത്തിലുള്ള ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി എളുപ്പത്തിൽ റോഡ് മാർഗം ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നിട്ടുള്ളത്. അതിനാൽ ആ രീതിയിലുള്ള വിമർശനം പോലീസിന് നേരിടേണ്ടി വന്നു. ഏതായാലും നിലവിൽ ഈ പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റർപോളിന്റെ ഉൾപ്പെടെ സഹായം തേടിക്കൊണ്ടാകും ഈ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. ഏതായാലും ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. നമ്മൾ വിജയകുമാർ ചോദിച്ചതുപോലെ തന്നെ ഈ പ്രതിയെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. കൂടാതെ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വിജയകുമാർ. യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കും, ഭർത്തൃ വീട്ടിലെ കൂടുതൽ അംഗങ്ങൾ പ്രതിപട്ടികയിലേക്ക് എത്തും എന്ന സൂചനയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോഴും ഈ പ്രധാനപ്പെട്ട പ്രതി വിദേശത്തേക്ക് കടന്നു. അയാൾക്ക് വിദേശത്തേക്ക് കടക്കാൻ സാഹചര്യം ഒരുക്കിയത് പോലീസിന്റെ അനാസ്ഥയാണ് എന്ന ആരോപണം ശക്തമാണ്. അക്കാര്യത്തിൽ ഒരു തൃപ്തികരമായ മറുപടി നൽകാൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടുമില്ല.